മഹത്വം ഉണ്ടായിരിക്കട്ടെ. ശലഭം 3-ാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ദിവസക്കാലമായി വിവിധ കലാപരിപാടികൾ കാണുവാനും ആസ്വദിക്കുവാനും അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് കഴിഞ്ഞു. ഇന്ന് 3-ാം ദിവസം നമ്മോടൊപ്പം ഉദ്ഘാടന കർമ്മത്തിനായിരിക്കുന്നത് വിധു വിൻസെൻ്റ് മാഡമാണ്. മാഡത്തിനെ പ്രത്യേകിച്ച് നമുക്ക് ഓരോരുത്തർക്കും പരിചയപ്പെടുത്തി നൽകേണ്ടതായിട്ടില്ല. ജേർണലിസ്റ്റ്, റൈറ്റർ, ഡയറക്ടർ എന്നീ തലങ്ങളിൽ ഈ കാലങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് മാഡം. മാൻഹോൾ എന്ന ചലച്ചിത്രത്തിനായിട്ട് കേരള സംസ്ഥാന അവാർഡ് മാഡത്തിന് ലഭിച്ചിട്ടുണ്ട്. തൻ്റെ സിനിമകളിലൂടെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിനെക്കുറിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തിനെക്കുറിച്ച് പരാമർശിക്കുവാനായിട്ട് മാഡം പ്രത്യേകം താല്പര്യം കാണിക്കുന്നു. ഈ കാലങ്ങളിൽ മാർത്തോമാ യുവജന സഖ്യത്തിന്, പ്രത്യേകിച്ച് വനിതാ ഫോറത്തിന് മാഡം നൽകുന്ന പിന്തുണയെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. ഏറ്റവും ബഹുമാനത്തോടെ മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാർത്തോമാ യുവജന സഖ്യം വനിതാ ഫോറത്തിൻ്റെ പ്രവർത്തകർക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. മാർത്തോമാ യുവജന സഖ്യം വനിതാ ഫോറം പ്രവർത്തകർ ഈ കോവിഡ് കാലത്ത് അതിനു മുമ്പ് തന്നെ വളരെ ശ്ലാഘനീയമായ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ സംഘടനയാണ്. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്ത് സ്ത്രീകളും പ്രത്യേകിച്ച് കുട്ടികളും ഒക്കെ വീടുകളിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നിരുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കുന്നതിനും തങ്ങളെ ആവിഷ്കരിക്കുന്നതിനും തങ്ങളുടെ ഉള്ളിലുള്ളതൊക്കെ പ്രകടിപ്പിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു വേദി ഈ വനിതാ ഫോറം പ്രവർത്തകർ ഒരുക്കിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്ന ശലഭം എന്ന് അറിയപ്പെടുന്ന ഈ പരിപാടി ഒരുപാട് നല്ല ടാലൻറ്റുകളെ പുറത്തു കൊണ്ടുവരുവാൻ സഹായിച്ചിട്ടുണ്ട്. ഈ ടാലൻറ്റിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും ടാലൻറ്റ് പ്രോഗ്രാമിൻ്റെ തുടർന്നുള്ള പരിപാടികൾക്കുമെല്ലാം ആശംസകൾ നേരുന്നു. ഒപ്പം ഇന്നത്തെ ദിവസം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കൂടുതൽ പേർക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുവാനും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ തങ്ങളെ അവതരിപ്പിക്കുവാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത വിധു വിൻസെൻ്റ് മാഡത്തിനോടുള്ള നന്ദി അറിയിക്കുന്നു. കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയോടെ തന്നെ ആരംഭിക്കട്ടെ. സർവശക്തനായ ദൈവത്തെ മനസ്സ് ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ കലാപരിപാടികൾക്ക് നമുക്ക് തുടക്കം കുറിക്കാം. ആദ്യമായി തന്നെ ഒരു നൃത്തം കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന് കുളിർമഴയേക്കാൻ നമുക്ക് ക്ഷണിക്കാം ടിനു അച്ചാമ്മ തോമസ് ഫ്രം നന്ദൻകോട് ജെറുസലേം മാർത്തോമ ചർച്ച്, ട്രിവാൻഡ്രം, കൊല്ലം ഡയസിസ്. Come on now, follow my lead. Come on now, follow my lead. ആരൊക്കെ മറന്നാലും നമ്മെ മറക്കാത്തവൻ, അന്ത്യത്തോളവും കൂടെയുള്ളവൻ, എല്ലാം അറിയുന്നവൻ, കൺമണി പോലെ നമ്മെ കാക്കുന്നവൻ, നമ്മുടെ അരുമനാഥൻ. ആത്മാവിന്റെ ഭാഷയാണ് സംഗീതം. മനോഹരമായ ഒരു ഗാനം ശ്രവിച്ചുകൊണ്ട് ഇന്ന് തുടക്കമിടാം. ഗാനം ആലപിക്കുന്നത് അടൂർ ഭദ്രാസനത്തിലെ എലിക്കാട്ടൂർ സിയോൻ മാർത്തോമ യുവജന സഖ്യാംഗമായ എലൈൻ എൽമ ബ്രില്യൻറ്റ്. എൻ്റെ പേര് എലൈൻ എൽമ ബ്രില്യൻറ്റ്. ഞാൻ അടൂർ ഭദ്രാസനത്തിൻ്റെ എലിക്കാട്ടൂർ സിയോൻ മാർത്തോമ ചർച്ചിലെ അംഗമാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ ഒരു പാട്ടാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ, ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ,
മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. അടുത്തതായി ക്രിസ്ത്യൻ വാല്യൂസ് ഇൻ ദ ഇറ ഓഫ് സോഷ്യൽ മീഡിയ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ചെറിയ എസ്സെ അവതരിപ്പിക്കാനായി നമുക്ക് ക്ഷണിക്കാം അനശ്വര അലക്സ് ഫ്രം കുറവാളൂർ കിരീത് മാർത്തോമ ചർച്ച്, കൊട്ടാരക്കര, പുനലൂർ ഡയോസിസിൽ നിന്നും. Greetings to you in the matchless and powerful name of our Lord and Savior Jesus Christ. Let me introduce myself. My name is Anishwara Alex and I am a member of Karavalur Kirit Martoma Church of Kottarakara Punnalur Diocese. I would like to take this opportunity to share a few words on the topic Christian values in the era of social media. The world today is running short of values and virtues. Everybody is after material prospects. This evokes anxiety about the fate of the upcoming generation. Some strong corrective forces should act in order to set right the situation. Some isolated attempts are at work here and there to moralize the youngsters, but that is not enough. More and more ventures should be launched with a view to impart inspiration to the young generation. Rather than follow the trend of the world as regards social media and the internet, young believers must explore productive ways to engage their world, seeking positive ways to contribute excellently to our passing generation. Research findings showed that many of the Christian youth had been influenced by social media both positively and negatively. The social media site should be created for building and motivation of faith and their way of life. This is to create a balance between social networking and their faith and lifestyle to avoid reward in their Christianity journey. Its use is increasing day by day with high rate in all over the world. Majority of youth is shifting speedily from electronic media like as television viewers and radio listeners to the social media among all age of group. And youth rate is very much to shifting into social media, so it influences as much as on youth. Social media is the most recent form of media and having many features and characteristics. It has many facilities on same channel such as communicating, texting, image sharing, audio and video sharing, fast publishing, linking with all over the world and direct connecting. Social media like Facebook and Twitter
has become part and parcel of modern youths or adolescents. There is no limit other than our imaginations in how we might use these new communication opportunities to reach people. However, many of these has been a tremendous blessing. Churches and parachurch ministers have been able to quickly, effectively, and inexpensively get word out what they are doing. These social media sites have functioned as excellent communication tool for churches and ministry teams. They have been used to raise funds for important work and help missionaries keep in touch with people around the world. As a becoming part of church practice, social media is taking church activities back out into the online world. Faith is a full-time activity and social media is a part of our everyday lives, so it is not surprising that the two can overlap. For the God Jesus social networker, the social media is only a tool and not the rule. It becomes to him or her a platform for doing good. As we discipline ourselves to grow in the understanding of His Word and yield ourselves to the transforming work of the Holy Spirit, we then began building a powerful church that can withstand the influences and effects of social around us and the pressures of conforming to the patterns of the world. Thank you. കുറിപ്പുകൾക്കപ്പുറം ഹൃദയത്തിന്റെ രുചികളെ പിന്തുടർന്ന് ഭൂമിയുടെ ദാനങ്ങളോട് ആദരവ് പുലർത്തി ഭാവനയും സർഗാത്മകതയും ഒത്തുചേരുന്ന ഒരു കലയാണ് പാചകം. വിളമ്പുന്നവന്റെയും ഭക്ഷിക്കുന്നവന്റെയും മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കുവാൻ ചില നല്ല രുചിക്കൂട്ടുകൾക്ക് സാധിക്കുന്നു. രുചിയേറുന്ന ഒരു മിൽക്ക് കേക്ക് പാചകവുമായി എത്തുന്നു തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിലെ കമ്പൻകോട് ഓൾ സെയിൻസ് മാർത്തോമ യുവജന സഖ്യാംഗമായ ഫേബ പോൾ. ഹലോ, എൻ്റെ പേര് ഫേബ പോൾ. ഞാൻ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിലെ പെരുങ്ങുളൂർ സെന്ററിലെ ഓൾ സെയിൻസ് മാർത്തോമ ചർച്ച് കമ്പൻകോടിലെ യുവജന സഖ്യം അംഗമാണ്. ഞാൻ സഖ്യത്തില് ലേഡി സെക്രട്ടറിയും പ്രവർത്തിക്കുന്നു. ഈ കോവിഡ് കാലത്ത് നമ്മൾ അടുക്കളയിലേക്ക് കയറി കുട്ടി കുട്ടി എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് കാണും. അങ്ങനെ കുട്ടി ഷെഫായി മാറിക്കാണുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഞാനും കുറച്ച് ഡിഷസ് ഒക്കെ ട്രൈ ചെയ്ത് ഞാൻ ചെയ്ത ഒരു ഡിഷ് ഇന്നും നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകും. നമ്മളും ചെയ്യാൻ പോകുന്നത് പാൽ കേക്കാണ്. വൈകിട്ട് 4 മണിക്കൊക്കെ നമുക്ക് കഴിക്കുന്ന രീതിയിൽ നല്ല തട്ടുകടയിൽ കിട്ടുന്ന പോലത്തെ പാൽ കേക്ക്. ഇതിനായിട്ട് ആദ്യമായിട്ട് ആവശ്യം 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളമാണ്. ഇതൊരു ഷുഗർ സിറപ്പ് പോലെ ഉണ്ടാക്കിയെടുക്കണം. നൂല് പോലെ ആവണ്ട, അല്ലാതെ സാധാ രീതിയിൽ പഞ്ചസാരയെല്ലാം വെള്ളത്തിൽ ലയിക്കുന്ന രീതിയിൽ ആവുന്നവരെ ലയിക്കും. നമുക്ക് നെക്തറായി ഇത് നമുക്ക് വാങ്ങി മാറ്റും. മാവ് തയ്യാറാക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കണം. പിന്നീട് 2 ടേബിൾ സ്പൂൺ നെയ്യോ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഉപയോഗിക്കാം. പിന്നീട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇടാം. ബേക്കിംഗ് സോഡ ആവശ്യത്തിന്. പിന്നെ നമുക്ക് പാലിന് പകരമായിട്ട് പാൽപ്പൊടി ഉപയോഗിക്കാം. 2 സ്പൂൺ പാൽപ്പൊടി. അടുത്തതായി പഞ്ചസാര 2 തൊട്ട് 2.5 വരെ സ്പൂൺ പഞ്ചസാര ഇടണം. ഈ ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം ഇത് നല്ലതായി മിക്സ് ചെയ്യുക. ഇത് ഏകദേശം ഇപ്പം മിക്സായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് ആട്ടപ്പൊടി ഇടാം. നല്ലോണം
ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കാം നമുക്ക്. നമുക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് പൊടിയിടാം. ആവശ്യത്തിന് ചെറിയ ചൂടുവെള്ളം ഒഴിക്കാൻ തളിച്ച് പാൽ ഉപയോഗിച്ചും ഇത് കുഴയ്ക്കാവുന്നതാണ്. നമുക്ക് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ട് കൈ വെച്ചതിന് ജസ്റ്റ് ചെറിയ കനത്തില് ചപ്പാത്തി പോലെ ചെയ്തു. ഇതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കേക്ക് പോലെ മുറിച്ചെടുക്കാം. ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. ചെറുതായി ഇങ്ങനെ മുറിച്ചതിന് ശേഷം പാൽ കേക്കിന്റെ രൂപത്തില് സൈഡൊക്കെ ചെറിയൊരു കേർവൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചെയ്ത് വെച്ച പാൽ കേക്ക് എല്ലാം ഒരു പാനിലോട്ട് മാറ്റാം. പാനിൽ എണ്ണ ഒഴിച്ച് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ കേക്ക് ഇടാം. പാൽപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് ഇളക്കി തിരിച്ചൊക്കെ ഇടണം. ഇതുപോലത്തെ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഏകദേശം നമ്മുടെ പാൽ കേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചൂടാക്കി വെച്ച ഷുഗർ സിറപ്പിലോട്ട് ഇതിടാം. നേരത്തെ ചെയ്ത് വെച്ച ഷുഗർ സിറപ്പിലോട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതെല്ലാം കൂടി ഇട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ പാൽ കേക്ക് തയ്യാറായി. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു. ഒരു സംഗീത വിരുന്നിൽ പങ്കെടുത്ത അനുഭൂതി നൽകുവാനായി നമുക്ക് ക്ഷണിക്കാം ചെങ്ങന്നൂർ മാവേലിക്കര ഡയോസസിൽ നിന്നും വർഷ അന്ന വിജയ്. ഇന്നയോളം നടത്തിയ നാഥ വന്ന വഴികൾ ഒന്ന് ഓർത്തിടുമ്പോൾ. നിറങ്ങൾക്ക് 1000 വ്യത്യസ്ത രീതികളിൽ മനുഷ്യ മനസ്സുകളോട് സംസാരിക്കുവാൻ സാധിക്കും. പല നിറങ്ങൾ ചേർന്നുണ്ടാകുന്ന ചിത്രങ്ങൾ മനുഷ്യ ആത്മാവിനെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി മാറുന്നു. മനോഹരമായ ഒരു വാൾ പെയിന്റിങ്ങുമായി എത്തുന്നു അടൂർ ഭദ്രാസനത്തിലെ പത്തനാപുരം ഇമ്മാനുവൽ മാർത്തോമ യുവജന സഖ്യാംഗമായ നിമിഷ ആൻഡ് ഷാജൻ. നമസ്കാരം, എൻ്റെ പേര് നിമിഷ ആൻഡ് ഷാജൻ. അടൂർ ഭദ്രാസനത്തിന് കീഴിലുള്ള ഇമ്മാനുവൽ മാർത്തോമ ചർച്ചിൻ്റെ അംഗമാണ് ഞാൻ. കൊറോണ കാലത്തിൽ വീട്ടിലിരിക്കവേ എൻ്റെ വീടിൻ്റെ പല ഭിത്തികളിലായിട്ട് ഞാൻ വരച്ച ചുവർ ചിത്രങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്.
ഉത്തരം ലഭിച്ചിട്ടുള്ളവരുമാണ്. ഇതാ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്ന തീമിനോടനുബന്ധിച്ച് ഒരു ചെറിയ മോണാക്ട് അവതരണത്തിനായി ക്ഷണിക്കുന്നു മേഘ തങ്കം ജോൺ ഫ്രം കൊത്തനൂർ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച്, ചെന്നൈ, ബാംഗ്ലൂർ ഡയസിസ്. ഹലോ. ആ, എന്താവാ പോയി? എനിക്കറിയത്തില്ല. അമ്മയ്ക്കറിയാം ഞാൻ എത്ര കഷ്ടപ്പെട്ട ഇങ്ങനെ ഒരു ജോബ് വേക്കൻസി കണ്ടുപിടിച്ചത്. എന്നിട്ട് ഐ റിയലി വർക്ക് ഹാർഡ് അമ്മ. അവിടെ വന്നിരിക്കുന്ന ഓരോ കാൻഡിഡേറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഐ ന്യൂ ഐ വാസ് ദി ബെസ്റ്റ്. ഐ ഹാവ് ദി ക്വാളിഫിക്കേഷൻ. എനിക്കറിയില്ല പൊളിറ്റിക്സ്. പ്രാർത്ഥിക്കാഞ്ഞിട്ടാ ഇതിന് വേണ്ടി എനിക്കറിയില്ല. അമ്മയല്ലേ പറഞ്ഞേ ദൈവം വലിയവനാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ആരും ദൈവം വിടില്ല, ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എന്നിട്ട് എവിടെ അമ്മയുടെ ദൈവം? ഞാൻ ദൈവത്തിൽ അങ്ങനെ ജീവിച്ചിട്ടാണ്. ഇത്രയും പ്രാർത്ഥിച്ച് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് എനിക്കൊരു റിസൾട്ട് കിട്ടുന്നില്ലല്ലോ. ഹോം ലോൺ കിടക്കുന്നു, അത് കിടക്കും. എനിക്കറിയില്ല മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന്. വന്നോ? അവൻ എന്ത് ചെയ്യും? അച്ഛൻ കട വരെ പോയേക്കുവാ. എന്ത് ചൂടല്ലേ? എന്ത് തിരക്കാരെ ആശുപത്രി. ആ ഫാർമസിയുടെ അവിടേക്ക് മരുന്നെടുത്ത് വെച്ചായിരുന്നു. അത് പോട്ടെ, ചൂടിന്റെ കാര്യം പോട്ടെ. അല്ല, നിങ്ങൾ പോയ കാര്യം എന്തുവായി? എന്ത് പറഞ്ഞു ചോദിച്ചാ അമ്മ അവര് പറഞ്ഞത് സെയിം തന്നെ, സെയിം ടെസ്റ്റ് തന്നെ നടത്തി. പിന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനാ പറഞ്ഞു. അതിപ്പം 1 വർഷത്തിനുള്ളിൽ പ്രതീക്ഷിക്കാന്നാ അത് പറഞ്ഞു. 1 വർഷോ? എന്റെ കർത്താവേ, എന്നോ പറയാനാന്ന് പറ. ഒരു കുഞ്ഞിക്കാല് കാണാൻ എന്തോരം പൈസ ചെലവാ. എന്റെ മോൻ, നീ പറയുന്നോടൊന്നും വിചാരിക്കരുത്. എന്റെ മോൻ കഷ്ടപ്പെട്ട് കിട്ടുന്ന കാശ് അത് മൊത്തം നിന്റെ ചികിത്സയ്ക്ക്. എനിക്കറിയില്ല ഒരു കുഞ്ഞിക്കാല് കാണാൻ പെടുന്ന പാട്. എപ്പോഴും പഴിവാക്കുകൾ മാത്രം കേൾക്കാനാണോ ദൈവമേ എന്നെ നീ ഭൂമിയിലേക്ക് അയച്ചത്? ഒരു കുഞ്ഞ്, നീ എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? വ്യത്യസ്ത കഥാപാത്രങ്ങൾ, വ്യത്യസ്ത സാഹചര്യങ്ങൾ. നമ്മുടെ ജീവിതം ഒന്ന് ശോധന ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ കോവിഡ് സന്ദർഭത്തിൽ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഒരുപക്ഷെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയെന്നിരിക്കുകയില്ല. ആ സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ നിരാശപ്പെട്ട് ഈ വീഡിയോയിൽ കണ്ടതുപോലെ നിങ്ങൾ ദൈവത്തെ ചോദ്യം ചെയ്തവരാണ്. ദൈവം എന്തുകൊണ്ട് എന്നെ പരീക്ഷിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളവരാണ് എങ്കിൽ അതിനുള്ള ഒരു ഉത്തരം ആണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുവാനായി ആഗ്രഹിക്കുന്നത്. ഡിലേ ഇസ് നോട്ട് ഡിനയൽ. ഡിലേ ഇസ് നോട്ട് ഡിനയൽ. ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ മുടക്കമുണ്ടായിരിക്കാം, ചിലപ്പോൾ കുറച്ച് താമസമുണ്ടായിരിക്കാം. താമസിക്കുന്നത് കൊണ്ട് അതൊരിക്കലും നമുക്ക് നേടുവാൻ കഴിയില്ല എന്ന അർത്ഥമില്ല. ഇതിനെ ആസ്പദമാക്കി വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. 2 പത്രോസ് 3:9 ഇപ്രകാരം പറയുന്നു: ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ദൈവം നമ്മളോട് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുവാനാണ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഡിലേ ഇസ് നോട്ട് ഡിനയൽ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം
ഉറപ്പായും ലഭിക്കും. അതിനായി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ സ്കില്ലാണ് കൂടുന്നത്. സ്കില്ല് കൂടും തോറും നമ്മൾ ഏതൊരു സാഹചര്യത്തെയും നേരിടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. സാധാരണയായി നാം ഉപേക്ഷിച്ചു കളയാറുള്ള പല വസ്തുക്കളിലും ഒരു കലാകാരൻ സാധ്യതകളെ കണ്ടെത്തുമ്പോൾ അവ മനോഹരമായ വസ്തുക്കളായി മാറുന്നു. വലിച്ചെറിയപ്പെടുന്ന കുപ്പികൾ അത്ഭുതമാകുന്നത് അതിൽ ചായം പൂശുമ്പോഴാണ്. ബോട്ടിൽ ആർട്ട്. മനോഹരമായ ഒരു ബോട്ടിൽ ആർട്ടുമായി എത്തുന്നു നിരണം മാരാമൺ ഭദ്രാസനത്തിലെ സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യാംഗമായ നിക്കോൾ റേച്ചൽ നയനാൻ. ജനാധിപത്യ മതേതര ഭാരതവും ക്രിസ്തീയ സാക്ഷ്യവും എന്ന വിഷയത്തോടനുബന്ധിച്ച് ഒരു ലഘു സംഭാഷണം പങ്കുവയ്ക്കാനായി നമുക്ക് സ്വാഗതം ചെയ്യാം ദിയ സൂസൻ ബേബി ഫ്രം കുമ്പളന്താനം സെൻറ് ജോൺസ് മാർത്തോമ ചർച്ച്, റാന്നി നിലയ്ക്കൽ ഡയസിസ്. നമസ്കാരം, ഞാൻ ദിയ സൂസൻ ബേബി റാന്നി നിലയ്ക്കൽ ഡയസിസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. നീണ്ട 200 വർഷക്കാലം സ്വന്തം മണ്ണിലായിരുന്നിട്ട് കൂടി ജീവിക്കുവാനുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് ശ്വാസം മുട്ടിക്കഴിഞ്ഞിരുന്ന ഒരു ജനതയ്ക്ക് ലഭിച്ചിരുന്ന ശുദ്ധവായുവായിരുന്നു സ്വാതന്ത്ര്യം എന്നത്.
അങ്ങനെ ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ അന്തസത്ത കാത്തു സൂക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിക്കുന്ന ജനാധിപത്യം പിന്നീട് 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾച്ചേർക്കപ്പെട്ട മതേതരത്വം, ഭരണഘടനയുടെ 25 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങൾ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം എന്നിവയുടെ കുടക്കീഴിൽ നിന്നുകൊണ്ട് ജനാധിപത്യ മതേതര ഭാരതവും ക്രൈസ്തവ സാക്ഷ്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കി എന്റെ മനസ്സിലുദിച്ച ചില ആശയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. എന്താണ് ക്രൈസ്തവ സാക്ഷ്യം? ക്രിസ്ത്യാനി ആയിരിക്കുക എന്നാൽ ക്രിസ്തുവിന്റെ അനുയായി ആയിരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ക്രൈസ്തവ സാക്ഷ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതോ ക്രിസ്തു ജീവിച്ച് പഠിപ്പിച്ചു തന്ന മൂല്യങ്ങളെ, മാതൃകകളെ ഉയർത്തിപ്പിടിക്കുക എന്നതാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തിന്റെ, സഹോദര്യത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, സർവോപരി മാനവികതയുടെ വിത്തുകളാണ് നമ്മിൽ മുളപ്പിക്കുവാനായി ക്രിസ്തു ശ്രമിച്ചത്. ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ വിപ്ലവകാരി എന്ന് പറയുന്നത് അത് ക്രിസ്തുവാണ്. അവൻ വിമോചകനായ ക്രിസ്തുവാണ്, ദ ലിബറേറ്റിംഗ് ക്രൈസ്റ്റ്. നസ്രത്ത് പ്രഖ്യാപനം എന്നത്, അഥവാ ദ നസ്രത്ത് മാനിഫെസ്റ്റോ തന്നെ പറയുന്നത് കുരുടന്മാർക്ക് കാഴ്ചയും ബദ്ധന്മാർക്ക് വിടുതലും പീഡിതന്മാർക്ക് നീതിയും വിടുതലും ഉറപ്പു നൽകണം എന്നാണ്. സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന ശമരിയാക്കാരി സ്ത്രീയോട് പരസ്യമായി സംസാരിക്കുവാനും സംവദിക്കുവാനും ധൈര്യം കാട്ടിയ, വരണ്ട കൈയുള്ള മനുഷ്യനെ ഉൾക്കൊള്ളുവാൻ മടിച്ചിരുന്ന അതേ സമൂഹത്തിന്റെ മധ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ അവന് ധൈര്യം നൽകിയ, നല്ല സ്നേഹിതൻ ആര് എന്ന ചോദ്യത്തിന് നല്ല ശമരിയാക്കാരന്റെ ഉപമ പറഞ്ഞ, പാപിനിയായ സ്ത്രീക്കെതിരെ നടന്ന സാമൂഹ്യ വിചാരണയിലും മനുഷ്യാവകാശ ലംഘനത്തിലും നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന് പറയുവാൻ ആർജവം കാട്ടിയ ക്രിസ്തുവിന്റെ സുവിശേഷമുണ്ടല്ലോ, അത് മാനവികതയുടെ സുവിശേഷമാണ്. അതിൽ യവനനെന്നോ യഹൂദനെന്നോ ബർബരനെന്നോ ശകനെന്നോ ദാസനെന്നോ ഒന്നും വ്യത്യാസമില്ല. കർത്താവ് പറഞ്ഞത് നിങ്ങൾ സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നാണ്, എന്റെ ജാതിയാക്കിക്കൊള്ളുവിൻ എന്നല്ല. കർത്താവ് മുൻപോട്ട് വെക്കുന്ന ഈ ശിഷ്യത്വമുണ്ടല്ലോ, അത് നന്മയുടെ, കരുണയുടെ, ദയയുടെ, സ്നേഹത്തിന്റെ, ദാനത്തിന്റെ ഒരു പടി കൂടി കടന്ന് അനീതിക്കെതിരെ ചാട്ടവാറെടുക്കുന്നതിന്റെ, സാമൂഹ്യ വിമോചനത്തിന്റെ, തള്ളപ്പെട്ടവരെ ഉൾക്കൊള്ളുന്നതിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ ശിഷ്യത്വമാണ്. അതുതന്നെയാണ് ക്രൈസ്തവ സാക്ഷ്യവും. ഭാരതത്തിൽ മതേതരനായിരിക്കുക എന്നാൽ മതത്തിന് ഇതരനായിരിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉള്ളതുപോലെയുള്ള ഒരു സെക്യുലറിസം അല്ല ഇന്ത്യക്കുള്ളത്. ഭാരതത്തിന്റേത് ഇൻക്ലൂസീവ് സെക്യുലറിസം ആണ്. അതായത് ജൈനമതക്കാരനെയും ബുദ്ധമതക്കാരനെയും സിഖ് മതക്കാരനെയും ഹൈന്ദവനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും എല്ലാം ഒരേ പുഷ്പത്തിന്റെ വിവിധ ഇതളുകളായി കണക്കാക്കുന്ന ഉൾക്കൊള്ളലിന്റെ മതേതരത്വമാണ് ഭാരതം മുൻപോട്ട് വെക്കുന്നത്. അതിനാൽ തന്നെ ഒരു ഭരണഘടനാ വിശ്വാസി ആയതുകൊണ്ട് നിങ്ങൾ മത ഇതരനായിരിക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല. നിങ്ങൾക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും വിശ്വസിക്കാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഒരേ സമയം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അതുതന്നെയാണ് ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ, അതുതന്നെയാണ് നെഹ്റുവിന്റെയും ഇന്ത്യ, അതുതന്നെയാണ് അംബേദ്കറുടെയും ഇന്ത്യ, അത് തന്നെയായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ ഈ ജനാധിപത്യ ഭാരതത്തിൽ ഇന്ന് പൗരാവകാശ ലംഘനങ്ങൾ തുടർക്കഥയാണ്. കുടിവെള്ളത്തിനായി കിലോമീറ്ററുകൾ നടക്കേണ്ടി വരുന്നവരും പോഷകാഹാര കുറവ് മൂലം ശൈശവത്തിൽ തന്നെ മരണമടയേണ്ടി വരുന്ന ബാല്യങ്ങളും പണം കൊണ്ട് പകട കളിക്കുന്ന കുറ്റവാളികളൊക്കെയും രാജ്യം വിടുമ്പോഴും സഹോദരങ്ങളുടെ നീതിക്കായി അവരുടെ തലയോട്ടിയുമേന്തി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മാർച്ച് നടത്തേണ്ടി വരുന്ന കർഷകരും ഡൽഹിയും പഞ്ചാബും കത്വയും ഒന്നും പാഠം പഠിപ്പിച്ചിട്ടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിരന്തരം ആവർത്തിക്കുന്ന ബലാത്സംഗ കേസുകളും ഭാരതീയനായി ഉറങ്ങുമ്പോഴും ഭാരതീയനായി ഉണരുവാൻ സാധിക്കുമോ എന്ന് ഭയത്താൽ പൗരാവകാശ നിയമ ഭേദഗതിയെ ഭയന്ന് ജീവിക്കുന്നവരും ഉറ്റവരുടെയും ഉടയവരുടെയും നീതിക്കായി സെക്രട്ടേറിയറ്റ് പടിക്കലും മറ്റും നിരാഹാരം കിടക്കുന്നവരും ഒക്കെ ഭാരതത്തിന്റെ മുഖമുദ്രകളായി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ പൗരാവകാശ ധ്വംസനകളിൽ നിന്നൊക്കെയും മുഖം തിരിക്കുവാനായി മതങ്ങളെയും ദൈവങ്ങളെയും കൂട്ടുപിടിക്കുന്ന വർഗീയവാദികളെയും അവർ മുൻപോട്ട് വെക്കുന്ന ആശയത്തിന്റെ അപകടത്തെയും നാം തിരിച്ചറിഞ്ഞേ മതിയാകൂ. ഭാരതം എന്നത് വൈവിധ്യങ്ങളുടെ ഒരുമയെ ആസ്വദിക്കുവാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രമാണ്. അത് ഭാഷയുടേതായാലും സംസ്കാരങ്ങളുടേതായാലും മതങ്ങളുടേതായാലും. ആർ യു ആൻ ഇന്ത്യൻ ഫസ്റ്റ് ഓർ എ ക്രിസ്ത്യൻ ഫസ്റ്റ് എന്ന ചോദ്യത്തിന് I am both at the same time, just like the two sides of a coin
എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ഐക്യതയും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുവാനായി രൂപീകരിക്കപ്പെട്ട ഭരണഘടന പ്രതിപാദിക്കുന്ന മതേതരത്വവും മതസ്വാതന്ത്ര്യവും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ക്രൈസ്തവ സാക്ഷ്യ നിർവഹണം എന്നത് സാധ്യമാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ചുറ്റുമുള്ളവയിൽ നിന്ന് മനോഹരമായ വസ്തുക്കളെ നിർമ്മിച്ചെടുക്കുക എന്നത് ഒരു കലയാണ്. വ്യത്യസ്തമാർന്ന ഒരു ക്രാഫ്റ്റ് വർക്കുമായി എത്തുന്നു ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന യുവജന സഖ്യാംഗമായ ജിൻസി. ഹലോ, ഈ ക്രാഫ്റ്റ് വീഡിയോയിൽ ഈ സ്റ്റാർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പേപ്പർ സ്ക്വയർ ആക്കണം. അതിനുശേഷം ഇതിങ്ങനെ മുകളിലേക്ക് മടക്കുക. അതിനുശേഷം ഈ സൈഡ് ഇങ്ങോട്ടും ഈ സൈഡ് ഇങ്ങോട്ടും മടക്കുക. അതിനുശേഷം ഈ ഒരു പോയിന്റ് ഇതിൻ്റെ നടുക്ക് ഈ എക്സ് ഷേപ്പിൽ വന്നതിൻ്റെ നടുക്കിലോട്ട് വെച്ച് വെക്കുക. അതിനുശേഷം ഇതും അത് കഴിഞ്ഞ ശേഷം ഇതും ഇങ്ങനെ നടക്കുക. തിരിച്ചതിന് ശേഷം അതിനുശേഷം ഒരു കത്രിക എടുത്ത് നമുക്ക് ഇങ്ങനെ മുറിക്കണം. ഇവിടുന്ന് ഇങ്ങോട്ട് കാണിക്കാം. പിന്നെ ഇതിന് ശേഷം നൂർത്തണം. അതിനുശേഷം ഈ നടുക്കുള്ള, അതായത് ഇതിൻ്റെ ഈ നടുക്കത്തെ ഓരോ ലീഫിൻ്റെ നടുക്കത്തെ ഇത് വെച്ച് ഇങ്ങനെ ഓരോന്ന് മടക്കി മടക്കി എടുക്കണം. വീണ്ടും ഒരു മനോഹരമായ ഗാനത്തിന് നമുക്ക് കാതോർക്കാം. സ്വാഗതം ചെയ്യുന്നു ജോൺസി ജോൺ ഫ്രം പത്തനാപുരം ഇമ്മാനുവൽ മാർത്തോമ ചർച്ച്, അടൂർ ഡയോസിസ്. എന്ന് യേശു അല്ലാതില്ല എനിക്കൊരാശ്രയം ഭൂവിൽ. പേര് ജോൺസി ജോൺ. ഞാൻ അടൂർ ഡയോസിസിലെ പത്തനാപുരം സെൻറ്റർ ഇമ്മാനുവൽ മാർത്തോമ ചർച്ചിലെ ഒരു യുവജനസഖ്യ മെമ്പറാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു ഗാനമാണ് ആലപിക്കാൻ പോകുന്നത്. യേശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ
ശരീരത്തിലൂടെ വികാര വിചാരങ്ങളെ അതിർവരമ്പുകളില്ലാതെ പ്രകടിപ്പിക്കാൻ കഴിയുന്നൊരു ഭാഷയാണ് നൃത്തം. ഭംഗിയേറിയ നൃത്തച്ചുവടുകൾ ആത്മാവിനെ തൊട്ടുണർത്തുന്നു. അതിമനോഹരമായ നൃത്തച്ചുവടുകളുമായി എത്തുന്നു ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലെ പാണ്ടനാട് ഇമ്മാനുവൽ മാർത്തോമ യുവജന സഖ്യാംഗങ്ങളായ സ്നേഹയും ശ്വേതയും. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് സ്നേഹ. എൻ്റെ കൂടെ കളിച്ച ആളുടെ പേര് ശ്വേത. ഞങ്ങൾ പാണ്ടനാട് ഇമ്മാനുവൽ മാർത്തോമ പള്ളിയിൽ നിന്നാണ്. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനം യുവജന സഖ്യം അംഗങ്ങളാണ്. ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഒരു ചെറിയ ക്രിസ്ത്യൻ ഡാൻസ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. भज मन मेरे यीशु नाम, मन तो पुकारे यीशु नाम, प्रभु यीशु नाम पुकारे, प्रभु यीशु नाम पुकारे। भज मन मेरे यीशु नाम, मन तो पुकारे यीशु नाम, प्रभु यीशु नाम पुकारे, प्रभु यीशु नाम पुकारे, प्रभु यीशु नाम पुकारे, प्रभु यीशु नाम पुकारे। അടുത്തതായി ഒരു ഇംഗ്ലീഷ് ഗാനം ആലപിക്കുന്നതിനായി നമുക്ക് സ്വാഗതം ചെയ്യാം എറിൻ ലിസ് ജോർജ് ഫ്രം സെന്റ് തോമസ് മാർത്തോമ ചർച്ച്, നിരണം മാരാമൺ ഡയസിസ്. യു ആർ മൈ ഓൾ ഇൻ ഓൾ. I am Erin Liz George. I belong to St. Thomas Marthoma Church, Tiruvalla, in Niranam Maraman Diocese, and I like to sing the song "You Are My All in All." You are my strength when I am weak. You are the treasure that I see. You are my all in all. Seeking you as a precious jewel, not to give up, I'd be a fool. You are my all in all.
taking my sin, my cross, my shame, rising again, I bless your name. You are my all in all. When I fall down, you pick me up. When I am dry, you fill my cup. You are my all in all. Jesus, Lamb of God, worthy is your name. 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 മനുഷ്യരാശിയുടെ സാർവത്രിക ഭാഷയാണ് സംഗീതം. മനുഷ്യ മനസ്സുകളെ ഏറെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരു വാദ്യോപകരണമാണ് വയലിൻ. അതിമനോഹരമായ ഒരു വയലിൻ പെർഫോമൻസുമായി എത്തുന്നു റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ കരിക്കാട്ടൂർ സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യാംഗമായ ലിഡിയ അന്ന ജോർജ്. എൻ്റെ പേര് ലിഡിയ അന്ന ജോർജ്. ഞാൻ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൽ നിന്നാണ്.
ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച വിധു വിൻസെന്റ് മാഡത്തിനോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ പ്രോഗ്രാംസിൽ പങ്കെടുത്ത എല്ലാ വനിതാ ഫോറം സുഹൃത്തുക്കളോടും കണ്ട് പ്രോത്സാഹിപ്പിച്ച പ്രാർത്ഥിച്ച എല്ലാ സുഹൃത്തുക്കളോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് വിടവാങ്ങട്ടെ. നാളെ ഇതേ സമയം ഇതേ വേദിയിൽ.